എനിക്കിവിടെ രക്ഷിതാക്കളോട് 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാനായിട്ടുണ്ട്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മറ്റേതൊരു അസുഖം പോലെ തന്നെയുള്ളൂ മാനസികമായിട്ടുണ്ടാവുന്ന അസുഖങ്ങളും. അവിടെ സഫറിങ് എന്ന് പറയുന്ന ഒരു വാക്ക്, നമ്മുടെ മക്കൾ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി, അവരെ ആ സഫറിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് അവർക്കതിൽ നിന്നൊരു മോചനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ കുട്ടിക്ക് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ സഹായമോ സേവനമോ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് കൊടുക്കാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. അത് ആ കുഞ്ഞിനെ കൂടുതൽ ദോഷത്തിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ളത് രക്ഷിതാക്കളോട് ഒന്ന് ഒരിക്കൽ കൂടെ ഡോക്ടർ പറഞ്ഞ ആ അഭിപ്രായത്തിനെ മാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു കാരണവശാലും സ്വയം ചികിത്സ അരുത്. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ മാത്രം കണ്ട് ഡോക്ടർമാരെയോ അവരുടെ സഹായമോ എടുത്തതിന് ശേഷം മാത്രം, അതൊരു ചെറിയ വേദനയുടെ അസുഖമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു വേദന സംഹാരിയാണെങ്കിൽ പോലും, ഒരു പെയിൻ കില്ലർ ആണെങ്കിൽ പോലും നേരിട്ട് പോയി നമ്മൾ സ്വയം, പ്രത്യേകിച്ച് കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്, രക്ഷിതാക്കൾ മരുന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി അത് കഴിക്കുന്നു, അപ്പം നമ്മൾ വിചാരിക്കുന്നു അത് മാറി എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ, പാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തതിന് ശേഷം മാത്രം കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ കൂടിയാണിതെന്നുള്ളത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നേരത്തെ നിർത്തിയെടുത്തുനിന്ന് ഒന്നും കൂടെ ഒന്ന് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഡോക്ടർ. നമ്മൾ പറഞ്ഞു വന്നത് ഈ കുട്ടികളിലെ പോർണോഗ്രഫി അങ്ങനത്തെ ആ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള, അതൊരു പ്രോബ്ലമായിട്ടല്ല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഏജിലുണ്ടാകുന്ന ഒരു കൗതുകമോ ഒരു ശീലമോ ആയിട്ട് മാത്രം കണ്ടുകൊണ്ടാണെങ്കിൽ പോലും ഇത് രക്ഷിതാക്കൾ ഭയങ്കര ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത്, അയ്യോ ഈ കുട്ടി ചീത്തയായി പോകുന്നു, അല്ലെങ്കിൽ കുട്ടി ഒരു ചീത്ത സ്വഭാവത്തിലേക്ക് പോകുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നത്, ഞങ്ങൾക്കിത് മനസ്സിലായി, പക്ഷേ ഇത് കുട്ടിയോട് നേരിട്ട് പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എംബാരസ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഇത് കേൾക്കുമ്പോഴും കുട്ടിക്കൊരു എംബാരസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത്, ഞങ്ങളിതിൻ്റെ അകത്ത് ഇടപെടണോ, അതോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് മാറിപ്പോവോ, ഇനിയല്ല ഞങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ എന്തെങ്കിലും നോട്ടക്കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കിട്ടാത്തത് കൊണ്ടാണോ, ഇങ്ങനെയൊക്കെ പല അവരുടെ ഉത്കണ്ഠ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും കൂടെ ഒന്ന് ഡോക്ടർക്ക് പറയാമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും നന്നായി കഴിയുന്ന ആർക്കാണ്? തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് തന്നെയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം അതിന് ശേഷമുള്ള റോളേ ഉള്ളൂ. അതെ. അപ്പം നമ്മുടെ കുട്ടിയെ വളർത്തേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം നമുക്കാണ്, അല്ലാതെ നാട്ടുകാർക്കല്ല. ഇതാണ് ഒന്നാമത്തെ ഒരു അതെ. പോയിന്റ്. ഇത് പറയാൻ കാര്യം, കുട്ടിയുടെ ഒരു വളർച്ചയിലെയും വികാസത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അഡോളസൻസ്. ആ അഡോളസൻസിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് താങ്കൾ സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള ലൈംഗിക ഉത്തേജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും തോന്നലുകളും അത്തരം ആകർഷണങ്ങളും അത്തരം ദൃശ്യമാധ്യമങ്ങൾ കാണാനുള്ള പ്രവണതയും അടക്കമുള്ള സംഗതികളൊക്കെ തന്നെ. അതുമായി ബന്ധപ്പെട്ട പരീക്ഷണത്വരയടക്കമുള്ള കാര്യങ്ങൾ കൗമാര സഹജമാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും പ്രകൃതം, ടെമ്പർമെൻറ്റ് അനുസരിച്ച് അത് പ്രകടിപ്പിക്കുന്നതിൽ വ്യത്യാസം വരും. അപ്പം ജനിതകമായിട്ട് തന്നെ അല്പം എല്ലാ വികാരങ്ങളും ഉള്ളിൽ ഒതുക്കി വയ്ക്കാൻ നൈസർഗികമായി ജന്മസിദ്ധമായി തന്നെ കഴിയുന്ന വ്യക്തികളുണ്ട്. അവർ കുട്ടിക്കാലത്ത് തന്നെ ദേഷ്യമായാലും സങ്കടമായാലും ഒക്കെ ഒതുക്കി വെക്കും. ഒരുപക്ഷെ ഈ പറഞ്ഞ തരത്തിലുള്ള വികാരങ്ങളും അവർ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവരുടേതായ സ്വകാര്യതയിൽ മാത്രം അത് നിർവഹിച്ച് മുന്നോട്ട് പോകും. മാതാപിതാക്കൾ അറിയണമെന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ഈ എക്സ്പ്രസീവായിട്ടുള്ള കുട്ടികൾ, അവർ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അവർ കാണാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ പെടുന്ന രീതിയിൽ തന്നെ അത് വരാൻ സാധ്യതയുമുണ്ട്. ചില മാതാപിതാക്കൾ കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത് കൊണ്ട് കുട്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് അവരുടെ ശ്രദ്ധയിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. 2 തരത്തിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എപ്പോഴും. അപ്പോൾ ഈ വിഷയങ്ങൾ കുട്ടികളോട് സംസാരിക്കാൻ പേരൻസിന് കഴിയണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരു എംബാരസ്മെൻ്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമേ അല്ല. ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക വളർച്ചയിലെ വളരെ സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. എല്ലാ മനുഷ്യരും ജനിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയുടെ ഫലമായിട്ട് തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മനുഷ്യവംശം ഉണ്ടാകില്ല. ഈ മോശപ്പെട്ട കാര്യം നമ്മളങ്ങ് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്താൽ ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, ആരോഗ്യകരമായിട്ട് ഉപയോഗിക്കണം, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അഡോളസൻസിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികളോട് ഇത്തരം വിഷയങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ഒന്ന്
ഓപ്പൺ ഡിസ്കഷന് വിധേയമാക്കുന്നത് നല്ലതാണ്. ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ നീ പോർണോഗ്രാഫി കാണാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചല്ല ഇത് ചെയ്യേണ്ടത്. അതൊക്കെ വളരെ മുൻപേ തന്നെ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ ദിവസവും ചോദിച്ചറിയുന്ന ഒരു ക്വാളിറ്റി ടൈമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു. സംസാരിച്ചു. സ്കൂളിൽ എന്തൊക്കെ നടന്നു, ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സ്കൂളിൽ. അപ്പോൾ കുറേ കൂട്ടുകാരുടെ പേരൊക്കെ പറയും. ആ കൂട്ടുകാർ എന്ത് പറയുന്നു, ഇന്ന് എന്തായിരുന്നു അവർ നിന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, നിങ്ങൾ കളിക്കാൻ പോയോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിനിടയിൽ ചിലപ്പം പറയും, എൻ്റെ അടുത്തിരുന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ട് കുട്ടപ്പൻ, അവന് അപ്പുറത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ലവ് തോന്നുന്നു, അവളോട് പോയി ഐ ലവ് യു എന്ന് പറഞ്ഞു, അവൾ ചീത്ത വിളിച്ചു. ഇങ്ങനത്തെ ഒരു സംഭവം ചിലപ്പം 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ വെച്ച് നടന്നതായിട്ട് ഇങ്ങനെ പറയുക. നല്ല ഒരു അവസരമാണ് ഈ ഒരു വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. കാരണം കുട്ടികൾ ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യും. സ്കൂളുകളിൽ അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു വിഷയം നമ്മൾ പതിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ മെയില് ഫീമെയിൽ 2 ജെൻഡറുകളുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും 2 വ്യത്യസ്ത ജെൻഡറുകളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പതിയെ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ അങ്ങനെ തുടങ്ങി കുറച്ചുകൂടെ മുതിർന്ന് കഴിയുന്ന മുറയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുട്ടികളോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കൊടുത്താൽ ഇനി അടുത്തതായിട്ട് ചിലപ്പോൾ വരാൻ പോകുന്നത്, എൻ്റെ ക്ലാസ്സിൽ ഒരു പയ്യൻ പറഞ്ഞു മൊബൈലിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടതായിട്ട് പറഞ്ഞു, എന്നിട്ട് അവനത് വന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒച്ച വെച്ച് 2 അലറി കഴിഞ്ഞാൽ കുട്ടി ഇതങ്ങ് പേടിച്ച് നിർത്തിക്കളയുന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 2 അലറിയാൽ അവരിത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നിർത്തുവന്നേ ഉള്ളൂ. കുട്ടികളിത് കാണുന്നതും ആസ്വദിക്കുന്നതും അനസ്യൂതം തുടരും, നിങ്ങൾ അറിയുകയുമില്ല. അപ്പോൾ അത് ഒച്ച വെച്ച് അലറി അതിനെ ഇല്ലാതെ ആക്കരുതെന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത് തെറ്റ് ശരിയെന്നുള്ള ദിശയിലേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ചോയ്സസ്, ഈ ഒരു ആശയം നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രായത്തെക്കുറിച്ചും ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഇത്തിരി അഡൽട്ടായ ഒരു മനുഷ്യൻ വലിയ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നു, കാണുന്നു. അപ്പോൾ 5 വയസ്സുള്ള കുട്ടിയോട് പറയുകയാണ്, നിന്നെക്കൊണ്ട് ഇത്രയും ഭാരം ചുമക്കാൻ പറ്റുമോ? നീ ഈ ഭാരം ചുമന്ന എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? അപ്പോൾ പറയും പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും നീ ഇത് ചുമന്നാലുണ്ടാകാൻ പോകുന്ന പ്രശ്നം? നിൻ്റെ നട്ടലിന് പ്രശ്നം വരും, നീ കിടപ്പാവും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ. അപ്പോൾ ഇത് ഓരോന്നും ഓരോ പ്രായത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിയമപരമായിട്ട് ഒരു ചെയ്യാൻ പാടില്ലാത്തതും അങ്ങനത്തെ ഒരു വിഷയമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതിനോടൊപ്പം തന്നെ 3 കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് സംസാരിക്കണമെന്ന് പറയും. 1 മാനസികാരോഗ്യ സാക്ഷരതയാണ്, 2 സൈബർ സാക്ഷരത, 3 നിയമ സാക്ഷരത. കാരണം ഈ നിയമത്തിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ, കാരണം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത്തരം ഒരു ആക്റ്റിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്. അതും കുട്ടികളോട് നമുക്കൊന്ന് സംസാരിക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു മൊബൈൽ ഫോണിൽ മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവ് അത് കാണുകയും അത് എന്തെങ്കിലും തരത്തിൽ നിയമ സംവിധാനങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിലെ സെക്ഷൻ 67A അടക്കമുള്ള വിഷയം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് പല മാതാപിതാക്കളും പറയും. നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത നിയമം ലംഘിക്കാനുള്ള അവകാശമല്ല എന്ന്. Ignorance of law is not an excuse. അതെ, അത് കൃത്യമായിട്ട് ഈ നിയമത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് നമ്മളും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളാണ്, കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ ബഹുമുഖമായ രീതിയിലാണ് നമ്മളിത് അഡ്രസ്സ് ചെയ്യേണ്ടത്. 1, ഇത് എന്തുകൊണ്ട് പ്രായത്തിന് അനുസൃതമല്ലാതെയായി മാറുന്നു. പ്രായത്തിന് അനുസൃതമല്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ നിയമപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തി വൈ ദിസ് ഇസ് എൻ അൺഹെൽത്തി ചോയ്സ് ഇൻ ലൈഫ് അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് യുവർ ലൈഫ്. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത് ഒരു അനാരോഗ്യകരമായ തീരുമാനമാകുന്നു എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഒരു നിയന്ത്രണം ഇത്തരം കാര്യങ്ങളിൽ പാലിക്കാൻ സാധ്യതയുണ്ട്.
അവർ ഇത് ഒരിക്കലും ഇതിന് അടിമപ്പെട്ടു പോകാത്ത രീതിയിൽ, ബൗണ്ടറികൾ ക്രോസ് ചെയ്ത് മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാവാത്ത രീതിയിൽ താനിത് ഉപയോഗിക്കുന്നു എന്നുള്ളത് മറ്റുള്ള ആളുകൾ അറിഞ്ഞ് വരുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുന്ന രീതിയിലൊക്കെ അവരൊരു ജാഗ്രതയോടെ ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞ 3 സാക്ഷരതകളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു, അങ്ങനെ ഒരു വാക്കുണ്ടോയെന്നറിയില്ല, നാലാമതൊരു സാക്ഷരത കൂടെ വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ശാരീരിക സാക്ഷരത എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഇന്നും നമ്മുടെ കുട്ടികൾക്ക് ഈ അവയവങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണമെന്നോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വീട്ടിൽ വന്ന് അവതരിപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് പറയണമെന്നോ, ഇപ്പോഴും പറയാൻ പാടില്ലാത്ത ഇടം, നോക്കാൻ പാടില്ലാത്ത ഇടം, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വൊക്കാബുലറി ഒക്കെ നിൽക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നാണോ ഇതിനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്നും ആരംഭിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ഇത് സ്കൂൾ മാത്രം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം മുൻകൈ എടുത്താൽ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ഇതിനെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ താഴെ തന്നെ നമുക്ക് പെടുത്താം. അപ്പം ശാരീരിക അവയവങ്ങൾ, കണ്ണ്, മൂക്ക്, വായ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ശാസ്ത്രീയമായിട്ടുള്ള വാക്കുകൾ തന്നെ ലൈംഗിക അവയവങ്ങൾക്ക് പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഇവിടെയും ഒരു പ്രശ്നമുള്ളത്, ചില പ്രത്യേക അവയവങ്ങൾക്ക് ചില പ്രത്യേകതരം കൊളോക്കിയൽ പദങ്ങൾ ഉപയോഗിക്കുകയും അത് പുറത്ത് പറയുന്നത് തന്നെ എന്തോ മോശമാണെന്നുള്ള ഒരു ധാരണ കുട്ടികളുടെ മനസ്സിൽ കൊടുക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വലിയൊരളവ് അത്തരത്തിലുള്ളൊരു സംഗതികളുണ്ട്. അപ്പം അങ്ങനെ അതിനെ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. അതും മറ്റേതൊരു ശാരീരിക അവയവത്തെയും പോലെ വ്യക്തമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതിന് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പദപ്രയോഗങ്ങൾ തന്നെ, ഇപ്പം മലയാള ഭാഷയിൽ ഈ പറയുന്ന അവയവങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. അതിൽ ചില വാക്കുകളൊക്കെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം മലയാള ഭാഷയുടെ ഒരു പ്രശ്നം പിന്നെ സംസ്കൃതത്തിൽ നിന്ന് വളരെയധികം സ്വാധീനം ഉൾക്കൊണ്ടതായതുകൊണ്ട് ചില മെഡിക്കൽ ടേംസൊക്കെ വളരെ സാൻസ്ക്രിറ്റിക് സൗണ്ടിങ് ഇത്തിരി പ്രയാസമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇപ്പം ഭാഷയുടെ ലക്ഷ്യം ആശയവിനിമയമാണ്. അതിപ്പോൾ ഏത് ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ വലിയ അർത്ഥമില്ല. ഏത് ഭാഷയിലുമുള്ള കറക്റ്റായിട്ടുള്ള വാക്കുകൾ. ഇപ്പോൾ ഇംഗ്ലീഷിലും ഈ പറഞ്ഞതുപോലെ ഈ വാക്കുകൾക്ക് ചില പ്രത്യേകതരം നെഗറ്റീവ് കണോട്ടേഷനുള്ള വാക്കുകളുണ്ട്. അത്തരം നെഗറ്റീവ് കണോട്ടേഷനുള്ള വാക്കുകൾ ഒഴിവാക്കി കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വാക്കുകൾ തന്നെ ഉപയോഗിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. കുട്ടികളോട് സംസാരിക്കുമ്പോഴും അത്തരത്തിൽ തന്നെ അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളും കോൺഫിഡൻ്റ് ആവും ഇത് സംസാരിക്കാനായിട്ട്. വീട്ടിലതങ്ങനെ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഇത് മോശം വിചാരിക്കേണ്ട കാര്യമില്ല. ഫീലിംഗ് ഉണ്ടാവാതെ വരും. ഇല്ല. സ്കൂളിലും അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പം സ്കൂളിലിപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംശയം ക്ലാസ്സിൽ ചോദിച്ചാൽ ക്ലാസ് എടുക്കുന്ന അധ്യാപികയ്ക്ക് അയ്യേ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറ അവർ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എക്സ്പോസ്ഡായി വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ മനോഭാവമൊക്കെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് എവിടെയെങ്കിലും അതൊരു മാറ്റം വന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. വീട്ടിൽ മാതാപിതാക്കൾ വളരെ കൃത്യമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്കൂളിലും, ഇപ്പം പണ്ടൊക്കെ ബയോളജിയിൽ ഈ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, പ്രജനന വ്യവസ്ഥിതി 10ാം ക്ലാസ്സിലൊരു ചാപ്റ്ററായിട്ടുണ്ടായിരുന്നു. അത് പലപ്പോഴും സ്കൂളുകളിൽ പഠിപ്പിക്കാറില്ലായിരുന്നു. അത് വേഗത്തിൽ ഓടിച്ചു വിടുകയാണ് ചെയ്യുക. വീട്ടിൽ പോയി വായിച്ചാൽ മതി എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വിടുന്ന അത്തരത്തിലുള്ളൊരു അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അത് കടന്നു വന്നിട്ടുള്ള രീതി. കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചാപ്റ്ററും അത് തന്നെയായിരുന്നു. അത് ആയിരിക്കും. അല്ല, അത് കൃത്യമായും ആരോഗ്യകരമായിട്ടും അത് പഠിപ്പിച്ചിരുന്നു എങ്കിൽ അല്ലേ, പിന്നീട് പിന്നെ എത്രമാത്രം സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നത് അത് ശാസ്ത്രീയമായിട്ട് ദൂരീകരിക്കപ്പെടാനത് സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ പാഠഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ള വിഷയങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കണം എന്ന് വിദഗ്ധർ തീരുമാനിച്ച് അല്ലേ, ഒരു വിദഗ്ധ സമിതിയൊക്കെ വെറ്റ് ചെയ്ത ഒരു കണ്ടൻറ്റ് തന്നെയാണ്. ആ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യാനായിട്ട് അധ്യാപകർ മടിക്കേണ്ടതില്ല. അത് കൃത്യമായിട്ട് തന്നെ ആരോഗ്യകരമായ ചർച്ചയ്ക്ക് തന്നെ അത് വിധേയമാക്കണം. അപ്പം ഇനി കുട്ടികൾ ചോദിക്കുന്ന സംശയങ്ങൾ വീട്ടിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, അത് മാതാപിതാക്കൾ അവരുടെ അറിവിനനുസരിച്ച് അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. പറ്റുന്നില്ലെങ്കിൽ ബയോളജി അധ്യാപകരുടെയൊക്കെ സഹായം തേടാം.
അവിടെയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ഡോക്ടറുടെ സഹായം തേടാം ഇത്തരം സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ. അവിടെ ഈ ഓരോ ലെവലിൽപ്പെട്ട ആളുകളും കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ, ആരോഗ്യകരമായിട്ടുള്ള അറിവുകൾ കുട്ടിക്ക് നൽകി കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് വരില്ല. കാരണം ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും കൃത്യമായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുമായിട്ട് കൗമാരത്തിൽ കുട്ടികൾ അലഞ്ഞ ഒരു അതെ. അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരവരുടേതായ രീതിയിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് അവരുടെ ശ്രമിക്കും. രീതിയിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ആ കണ്ടുപിടുത്തങ്ങൾ ചിലപ്പം ശാസ്ത്രീയമാകണമെന്നില്ല, ശരിയാകണമെന്നില്ല, പലപ്പോഴും അത് അബദ്ധങ്ങളായിട്ട് മാറാറുമുണ്ട്. അബദ്ധങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അധ്യാപകരും അല്ലെങ്കിൽ രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്ന പല സംശയങ്ങളാണ് നമ്മളിങ്ങനെ സംസാരിച്ച് വന്നത്. അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള ചില സംശയങ്ങളാണ് ഈ കുട്ടികളിൽ ഒരു പ്രായത്തിൽ ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി റഫൊക്കെ ആയിട്ട് പീപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൂടുതലും അവർക്ക് എതിർ ലിംഗത്തിൽപ്പെട്ട ആളുടെ ശരീരം കാണാനായിട്ടുള്ള ഒരു ത്വര. അത് ചില സമയത്ത് അതൊരു ഒളിഞ്ഞ നോട്ടമായിരിക്കാം, ചില സമയത്ത് ഒരു തുറിച്ചു നോട്ടമായിരിക്കാം. ഇതിങ്ങനെ അപൂർവം ചില സമയങ്ങളിൽ ഇങ്ങനെ കണ്ടുപിടിക്കപ്പെടുകയും പിന്നെ ഇത് നോക്കിയ ആൾക്കും നോക്കപ്പെട്ട ആൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ എംബാരസ്മെൻ്റ് ഉണ്ടാവുകയും ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇതൊരു തെറ്റാണോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ആ കുട്ടി ഒരു മോശം കുട്ടിയായി എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ? ഈ ഭാഗത്ത് പലർക്കും ഒരുപാട് സംശയങ്ങളുള്ളതായിട്ട്, ആശങ്കകളുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനെ ഒന്ന് ഡോക്ടർ ഒന്ന് അഡ്രസ്സ് ചെയ്താൽ നല്ലതായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൗമാര സഹജമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു ത്വരയുടെ മറ്റൊരു ഭാഗം തന്നെയാണത്. എതിർലിംഗത്തോട് തോന്നുന്ന ഒരു ശാരീരിക ആകർഷണം, ഒരു സെക്ഷുവൽ അട്രാക്ഷൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സംഭവിക്കുന്ന പ്രതിസന്ധികൾ വീട്ടിൽ തന്നെ, വീട്ടിലുള്ള സ്ത്രീകൾ വസ്ത്രം മാറുന്നത് പോലെയുള്ള സംഗതികൾ, അത് ഒളിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികൾ എത്തിയേക്കും. തിരിച്ചും ഉണ്ട്, പെൺകുട്ടികൾ അങ്ങനെ നോക്കുന്നതും സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ കൗമാര സഹജമായ കൗതുകത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതൊരു അനാരോഗ്യകരമായൊരു പ്രവണത തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് അഡ്രസ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കുട്ടികളോട് നേരത്തെ ചർച്ച ചെയ്താൽ അവരൊരു പക്ഷേ അവരുടെ മനസ്സിൽ ഇത്തരം ആഗ്രഹങ്ങൾ വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്തെന്നിരിക്കും. എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പോൾ അവിടെയുള്ള ഹെൽത്തി ബൗണ്ടറീസ് എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഒരു വീട്ടിൽ കഴിയുമ്പോൾ ഈ വീട്ടിലുള്ള വ്യക്തികൾ കേവലം ശരീരങ്ങൾ എന്നുള്ളതിനപ്പുറം ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്ന, വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം വേണ്ട ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. അതിലെ അച്ഛനും അമ്മയും കുട്ടികളും എന്നൊക്കെ പറയുന്നത് പരസ്പരം സംരക്ഷിക്കേണ്ട, പരസ്പരം കെയർ ചെയ്യേണ്ട ആളുകളാണ്. ഇപ്പോൾ മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ. അപ്പോൾ അവിടെയൊക്കെയുള്ള ഹെൽത്തി ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ കുട്ടിയോട് സംസാരിക്കാം. ഇനി അഥവാ നമ്മുടെ കുട്ടി അത്തരത്തിലുള്ളൊരു പ്രവണത കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എത്രത്തോളം നമുക്ക് സങ്കടമുണ്ടാക്കി എന്നുള്ളതാണ് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു വിഷയം. ഒരു പക്ഷേ കുട്ടിയോട് കുറച്ച് ദിവസം നമ്മൾ സംസാരിക്കുന്നില്ല. എന്താ സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ, നീ ഇങ്ങനെ ചെയ്തു കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാം. എന്നിട്ട് അതങ്ങനെ പറഞ്ഞിട്ടങ്ങ് വിടാനും പാടില്ല. കാരണം അതൊരു കുറ്റബോധം ഉണ്ടാക്കുന്നൊരു വാചകമാണ്. ആ കുറ്റബോധം ചിലപ്പം ചില എടുത്തുചാടിയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാനും ചിലപ്പോൾ വഴിതെളിച്ചേക്കും. അപ്പം മറുവശത്തുള്ള ഇത് പേരൻറ്റ്, ഇപ്പോൾ ഒരു അമ്മയാണ് ഇത്തരത്തിൽ കാണാൻ ശ്രമിച്ചതെങ്കിൽ അച്ഛൻ അവിടെ ഇടപെടേണ്ടതായിട്ടുണ്ട്. അച്ഛൻ ആ കുട്ടിയെ ഒന്ന് ഇരുത്തി സംസാരിക്കുക തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ സംസാരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു ഗിൽറ്റ് ഉള്ളതിനെ ഒന്ന് റിമൂവ് ചെയ്യണം. അതായത് നിൻ്റെ ഭാഗത്തു നിന്നൊരു അനാരോഗ്യകരമായൊരു സംഗതി പറ്റി, ഒരു അൺഹെൽത്തി കാര്യം പറ്റിപ്പോയി, ഓക്കെ, ഒരു പ്രാവശ്യം അത് പറ്റി, മനസ്സിലാവും. അത് ആവർത്തിക്കുമ്പോഴാണ് അത് കൂടുതൽ ഗൗരവമുള്ളൊരു കുറ്റകൃത്യമായി മാറുന്നതെന്നുള്ളത് പറയാം. അവിടെയും നേരത്തെ സൂചിപ്പിച്ച കുറച്ച് നിയമവശങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള വശങ്ങളും ഉണ്ട്. ഇതൊരു 18 വയസ്സുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമപ്രശ്നമായി കഴിഞ്ഞു. താഴെയുള്ളവർ ചെയ്താൽ നിയമപ്രശ്നങ്ങളാണ്, അതിൻ്റെ തീവ്രത അല്പം കുറയുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ കുട്ടിയെ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെ എത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അമ്മയ്ക്ക് അത് എത്രത്തോളം വിഷമമുണ്ടാക്കി എന്ന് അവന് തന്നെ ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആവർത്തിക്കാനുള്ളൊരു പ്രവണത കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ രീതിയിൽ തന്നെ നമ്മളതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം.
ഇതിപ്പോൾ ചിലപ്പം വീട്ടിന് വെളിയിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. സ്കൂളിൽ വെച്ചോ മറ്റ് കളിസ്ഥലങ്ങളിൽ വെച്ചോ മറ്റ് ബന്ധുവീടുകളിൽ വെച്ചോ ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ഈ അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ. അപ്പോൾ അത് രണ്ടുപേരും പരസ്പരം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നൊരു വിഷയമായിട്ട് കാണുന്ന പല സ്കൂളുകളിലും പേരൻസ് പറയുന്ന ടീച്ചേഴ്സ് വേണ്ട രീതിയിൽ നോക്കുന്നില്ല. അവരെല്ലാ കുറ്റവും പേരൻസിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നാൽ ടീച്ചേഴ്സ് പറയുന്നത് പേരൻസ് വീട്ടിൽ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, എല്ലാം ടീച്ചേഴ്സിൻ്റെ സംഗതിയാണെന്നും പറഞ്ഞുകൊണ്ട് അവരവരുടെ ഭാഗം ചെയ്യും. അപ്പോൾ ഈ കുറ്റപ്പെടുത്തൽ വരുന്നുണ്ട്, ഈ പേരൻസിൻ്റെ ഒരു ബ്ലെയിം ഗെയിം അത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻറ്റിൻ്റെയും ടീച്ചറിൻ്റെയും ഉത്തരവാദിത്വം ഈ പറയുന്ന ഈ കുട്ടിയെ ഏറ്റവും നല്ല കഴിവുകളുള്ള ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിസനാക്കി, ഒരു പൗരനാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിലൊരു കൂട്ടായ ഒരു പ്രയത്നം തന്നെയാണ്. ഇപ്പോൾ ടീച്ചറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പം ടീച്ചർ ഭാവിയിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് എവിടെ ചെന്നാലും ഒരു സ്റ്റുഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ ചിലപ്പോൾ സ്റ്റുഡൻറ്റ് കാണും, ഒരു ബാങ്കിൽ പോയ സ്റ്റുഡൻറ്റ് കാണും, ഒരു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്ന സ്റ്റുഡൻറ്റ് കാണും, എവിടെ അപ്പോൾ നല്ലൊരു അധ്യാപികയാണ്, നല്ലൊരു അധ്യാപകനാണ്, നമ്മളെ ആഴത്തിൽ സ്പർശിച്ച ഒരു അധ്യാപകനാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് പദവിയിരിക്കുന്ന ആളാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുക തന്നെ ചെയ്യും. ഒരു അധ്യാപകൻ്റെ ജോലി എന്ന് പറയുന്ന ഒരു നിസ്സാര സംഭവമല്ല, അതൊരു വലിയൊരു മഹത്തായ സംഭവമാണ്. പക്ഷേ തീർച്ചയായിട്ടും മാതാപിതാക്കൾ പറയുന്നൊരു ഫീഡ്ബാക്ക് അധ്യാപകർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. അധ്യാപകർ കൊടുക്കുന്നൊരു ഫീഡ്ബാക്ക് മാതാപിതാക്കളും മനസ്സിലാക്കണം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, അതൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, കോമൺ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അത് പരസ്പര വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ ടീച്ചർ എൻ്റെ കൊച്ചിനെ നശിപ്പിക്കാനിരിക്കുന്ന ആളാണ്, കുറ്റപ്പെടുത്താനിരിക്കുന്ന ആളാണെന്ന് പേരൻസിന് തോന്നരുത്. പേരൻസ് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാനിരിക്കുന്ന ആളാണെന്ന് ടീച്ചറിനും തോന്നരുത്. ആ ഒരു ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ കുട്ടി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ഇഷ്യൂ കാണിച്ചാൽ മറുവശത്തുള്ള ആളിന് അറിയാൻ പറ്റും. അവിടെയും ചില മുൻകരുതലുകളും ജാഗ്രതകളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ അധ്യാപകർക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ അവർ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില നല്ല അധ്യാപകർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഈ സാരോപദേശമാണെന്ന് തോന്നാത്ത രീതിയിൽ ഈ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില കഥകളൊക്കെ പറയും. ആ കഥകൾ നല്ല സ്ട്രൈക്കിംഗ് ആയിട്ട് മനസ്സിൽ നിൽക്കുകയും ചെയ്യും. ഇപ്പം മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി ചോര ഛർദ്ദിച്ച് മരിച്ചതിൻ്റെ ഒരു അനുഭവം അത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനിടയിൽ വളരെ ഗ്രാഫിക്കായിട്ട് ഒരു അധ്യാപകൻ ഡിസ്ക്രൈബ് ചെയ്താൽ ചെറിയ കുട്ടികളുടെ മനസ്സിൽ അത് വളരെ സ്ട്രോങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നാളെ മദ്യം കുടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്ത് ക്ഷണിക്കുമ്പോൾ ഈ അധ്യാപകൻ പറഞ്ഞ ഈ വിഷ്വലി ഇംപ്രിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു അനുഭവ കഥ നമ്മളെ പുറകോട്ട് വലിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാഠഭാഗങ്ങളുടെ ഒരു വിനിമയത്തിനപ്പുറം ഈ കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അധ്യാപകർക്കും ചെയ്യാൻ സാധിക്കും.